രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. 27 പേർ കൊല്ലപ്പെട്ടു എന്ന പ്രാഥമികമായി വന്ന വിവരത്തിൽ ഇപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. കൂടുതൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നുള്ള സൂചനകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മരിച്ചവരിൽ ഒരാൾ കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവു ആണ് എന്നത് മാത്രമാണ് സ്ഥിരീകരിക്കപ്പെട്ട പേരുകളിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി വിനോദസഞ്ചാരികൾ കൂടി ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഹൈക്കോടതി ജഡ്ജിമാർ അവർ സുരക്ഷിതരാണ്. അവർ ഈ വിനോദസഞ്ചാരികളുടെ കൂട്ടത്തിൽ കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാർ കൂടി ആ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. അവർ സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. തുടർ നടപടികൾ എന്താണെന്ന ആലോചനകളിലേക്ക് കടക്കുന്നു. സൗദി അറേബ്യയിൽ സന്ദർശനത്തിനെത്തിയിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭീകരവാദികളെ വെറുതെ വിടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വരികയാണ്. കൊല്ലപ്പെട്ടവർ വിദേശ വിനോദസഞ്ചാരികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ നടുക്കത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. സൈനിക വേഷത്തിലെത്തിയവർ വിനോദസഞ്ചാരികൾക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ലഷ്കർ എ തൈബയുടെ പ്രാദേശിക വിഭാഗമായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ്. ഭീകരാക്രമണത്തെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപലപിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിരിക്കുന്നു. 2019 അതായത് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. NIA ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോകുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒത്താശയില്ലാതെ ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കില്ല എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണി അല്പം മുൻപ് 24 സംസാരിച്ചപ്പോൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മളോടൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു B ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് S വിജയകുമാർ ന്യൂസ് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉണ്ട്. ബൽറാം നെടുങ്ങാടി, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ യാത്ര തുടർ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് NIA ഈ കേസ് അന്വേഷിക്കാൻ പോവുകയാണ്. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ഏതാണ് എന്നത് NIA അന്വേഷണത്തിലാണ് പുറത്തു വരാനുള്ളത്. NIA ആസ്ഥാനത്ത് നമ്മളോടൊപ്പം ചേരുന്നു വിനീത VG. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളുമായി. വിനീത, പുതിയ അപ്ഡേറ്റ് എന്താണ്? NIA ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നു. ഇതിൽ പ്രാഥമികമായി ഇപ്പോൾ വരുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നത് പാക് ഭീകരവാദ സംഘടനയുടെ പ്രാദേശിക വിഭാഗമാണ് എന്ന സൂചനകൾ വരുന്നുണ്ട്. NIA ആസ്ഥാനത്ത് നിന്ന് വിനീത, എന്തൊക്കെ പുതിയ വിവരങ്ങൾ? തീർച്ചയായും GK, ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക വിഭാഗം ആയ സംഘടന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഭീകരവാദത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ NIA ആസ്ഥാനത്തിന് മുന്നിലാണ്. ഇവിടെ NIA ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ NIA ഓഫീസിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകമായിട്ടുള്ള യോഗം, അടിയന്തര യോഗം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലൊക്കെ തന്നെ ചേർന്നിട്ടുണ്ട്. തുടർന്ന് NIAയുടെ പ്രത്യേക സംഘം നാളെ തന്നെ ജമ്മു കാശ്മീരിലെ ഈ മേഖലയിലേക്ക് യാത്ര തിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രത്യേക യൂണിറ്റ് ആയിരിക്കും ഈ ജമ്മു കാശ്മീരെ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തുക. ഈ NIA ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ ജമ്മു കാശ്മീരിൽ ഈ ഭീകരർക്കെതിരെയുള്ള നടപടികൾ സൈന്യം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയൊക്കെ വിവിധ മേഖലകളിൽ ഭീകരരും സൈന്യവും ഒക്കെയായുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം കൂടുതൽ സൈന്യത്തെ അടക്കം എത്തിച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിനോദസഞ്ചാരികൾക്ക് മേലുള്ള ഇത്തരത്തിലേക്കുള്ള ഒരു വലിയ ആക്രമണം, അത് ഈ അടുത്ത ആദ്യമായിട്ടുണ്ടായ ഒരു ആക്രമണം ആണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഇവിടെ യോഗം ചേർന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ അമിത്ഷായുടെ നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് NIA ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സംഘം നാളെ രാവിലെ തന്നെ ഈ പഹൽഗാമിലേക്ക് എത്തിച്ചേരും. അവർ ഇപ്പോൾ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം NIA ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കരസേനയുടെ വിക്ടർ ഫോക്സ് സ്പെഷ്യൽ യൂണിറ്റ്, ജമ്മു കാശ്മീർ പോലീസിന്റെ SOG, CRPF എന്നിവ സംയുക്തമായാണ് ഈ ഭീകരർക്കെതിരെയുള്ള ഓപ്പറേഷൻ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കരസേനയുടെ വിക്ടർ ഫോഴ്സ് ആണ്. ഈ വിക്ടർ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തുന്നതിൽ ഇന്ത്യയുടെ ഏറ്റവും മികവുറ്റ സൈന്യമാണ്. ഇങ്ങനെ വിവിധ സൈന്യത്തിന്റെയും സംയുക്ത സേനയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് NIA സംഘം കൂടി നാളെ അവിടേക്ക് എത്തുക. നേരത്തെ തന്നെ ചില കേസുമായി ബന്ധപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെ അടക്കമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ NIAയുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതാണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ NIA ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. GK. ശരി വിനീത VG, NIA ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയായിരുന്നു. കൂടുതൽ ശക്തമായ പ്രതികരണത്തിലേക്ക് ഇന്ത്യ കടക്കുമോ? തിരിച്ചടി വേണം എന്നാണ്
മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി 24-മായി പ്രതികരിച്ചപ്പോൾ 24-നോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകുന്നു, ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിക്കാം. ബൽറാം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ സങ്കീർണമാണ്. ആ മേഖലയാകെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ നമുക്ക് കിട്ടി. ബൽറാം, ആദ്യം അറിയേണ്ടത് മരണസംഖ്യ സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് നൽകാനാകുന്ന ഘട്ടമെത്തിയോ? 27 പേർ കൊല്ലപ്പെട്ടു എന്നറിയുന്നു. അതിൽ 2 വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സൂചനകൾ വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ബൽറാം? GK, മരണസംഖ്യ സംബന്ധിച്ചോ ഈ ആക്രമണം സംബന്ധിച്ചോ ഔദ്യോഗികമായി ഒരു വാക്കും ഇതുമായി ബന്ധപ്പെട്ട ജമ്മു കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നോ ജമ്മു കശ്മീർ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ നിലവിലുള്ള മരണസംഖ്യ സംബന്ധിച്ചുള്ള വിവരം അത് ജമ്മു കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ അത് സ്ഥിരീകരിക്കുന്നതാണ്. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഉന്നത കേന്ദ്രങ്ങളും ഈ മരണസംഖ്യ സ്ഥിരീകരിക്കുന്നുണ്ട് അനൗപചാരികമായി. ഔപചാരികമായ കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം, അവലോകനം അവ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും കൃത്യമായ കണക്കുകൾ പുറത്തുവിടുക. അതിൽ പ്രത്യേകിച്ച് നേരത്തെ GK സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആക്രമണത്തിന് ഇരയായവരിൽ വിദേശികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത്. 2 വിദേശികൾ, അതിൽ ഒരു ഇറ്റാലിയൻ പൗരനടക്കമുള്ള 2 വിദേശികളും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമനുസരിച്ച് കൊല്ലപ്പെട്ട ഒരാൾ കർണാടക സ്വദേശിയാണ്, മഞ്ജുനാഥ്. ഒപ്പം തന്നെ മറ്റൊരാൾ ഒഡീഷ സ്വദേശിയാണ്. 2 വിദേശികൾ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റ് ആക്രമണത്തിന് ഇരയായ ആളുകൾ കർണാടക കൂടാതെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഒഡീഷ സ്വദേശികളും ഈ സംഘത്തിൽ ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവർ ഈ കുതിരസവാരി ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലായിരുന്നു ഭീകരർ സൈനിക വേഷത്തിൽ ഇവർക്ക് അടുത്തെത്തുകയും ഇവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ പ്രദേശത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഇവർ കൊലപ്പെടുത്താനായി തന്നെ തലയ്ക്ക് വെടിയുതിർക്കുകയായിരുന്നു. പലരെയും ക്ലോസ് റേഞ്ചിലാണ് വെടിയുതിർത്തത് തുടങ്ങിയ ഈ ഭീകരവാദികളുടെ ചെയ്തികൾ സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ആക്രമണത്തിൻ്റെ വിവരം PCR-ലാണ് ഈ വിനോദസഞ്ചാരികൾ ആദ്യം അറിയിക്കുന്നത്. പോലീസ് അവിടെ എത്തുമ്പോൾ അവർ കണക്ക് കൂട്ടിയതിനും അപ്പുറത്തേക്ക് സ്ഥിതിഗതികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മേഖലയിലെ മനോഹരമായ പുൽമേടുകളിൽ മുഴുവനായി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു പ്രദേശത്ത്. ആദ്യഘട്ടത്തിൽ അവിടെ എത്തിയ ഭയന്നുപോയ ഈ ആക്രമണത്തിന് ഇരയായ ആളുകളോട് ഒപ്പമുണ്ടായിരുന്നവരെ സമാധാനിപ്പിക്കാൻ പോലും ഏറെ സമയമെടുത്തു ആദ്യം എത്തിയ സംഘത്തിന്. തുടർന്നാണ് കൂടുതൽ പോലീസുകാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിന്യസിച്ചത്. ഭീകരവാദികൾ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെടാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഈ വിവരം PCR കോളിൽ എത്തിയ ഉടൻ തന്നെ ചെയ്തിരുന്നു എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. പോലീസിൻ്റെ PCR ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ വിവരം സൈന്യത്തെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഈ വനമേഖലയിൽ ഉൾപ്പെട്ട പ്രദേശം പൂർണ്ണമായും വളഞ്ഞുകൊണ്ടാണ് ഈ ആദ്യ സംഘം ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നത്. ഒപ്പം തന്നെ ഭീകരർ വനമേഖലയിൽ നിന്നും രക്ഷപ്പെടാതിരിക്കുന്നതിനായി കൂടുതൽ സൈനികരെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നെത്തിയ ഭീകരവാദികൾ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന കണക്കുകൂട്ടലിലാണ് ജമ്മു കശ്മീർ പോലീസ് ഉള്ളത്. ലഷ്കർ ഇ ത്വയ്ബയുമായി ബന്ധമുള്ള ഭീകരവാദി സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, ഇവർക്ക് കർശനമായ മറുപടി നൽകുന്നതിനാവശ്യമായ തുടർ നടപടികൾ, അതിനായുള്ള ആസൂത്രണങ്ങൾ ഇന്ന് തന്നെ ഉണ്ടായേക്കും. അതിന് വേണ്ടി തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംഭവത്തിൻ്റെ വിവരമറിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ജമ്മു കശ്മീരിൽ നേരിട്ടെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ, സ്ട്രാറ്റജി എന്ത് എന്നുള്ളത് കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഉന്നത സൈനികാധികാരികൾ, ഒപ്പം തന്നെ IB-യുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ അടക്കമുള്ള ഉന്നതതല യോഗമാണ് ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ അല്പസമയത്തിനകം ചേരുക.